കോഴിക്കോട് കൊയിലാണ്ടി ബാലുശ്ശേരി നിയോജക മണ്ഡലങ്ങളെ ബന്ധിപ്പിക്കുന്ന തൂരായിക്കടവിൽ പുതുതായി നിർമ്മിക്കുന്ന പാലം തകർന്നതിൽ വിജിലൻസിന് പരാതി നൽകി KSU. 24 കോടി രൂപയുടെ പാലം നിർമ്മാണത്തിൽ കോടികളുടെ അഴിമതിയാണ് നടന്നതെന്നാണ് പരാതിയിൽ പറയുന്നത്. സംഭവത്തിൽ റിപ്പോർട്ട് ലഭിച്ച ഉടൻ നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ് പറഞ്ഞു. കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് തോരായിക്കടവ് പാലം നിർമ്മാണത്തിനിടെ തകർന്നു വീണത്. മേൽനോട്ട ചുമതലയുണ്ടായിരുന്ന സൂപ്പർവൈസർ മിഥുന് പരിക്കേറ്റു. നിർമ്മാണ കമ്പി ദേഹത്ത് വീണാണ് പരിക്കേറ്റത്. പാലത്തിന്റെ 4ാം ഗർഡറാണ് തകർന്നു വീണത്. കോൺക്രീറ്റ് പ്രവർത്തികൾ ആരംഭിച്ചതോടെയാണ് ഗർഡറിനടിയിൽ സ്ഥാപിച്ച വെൽഡിംഗ് കമ്പികൾ പൊളിഞ്ഞു വീണത്. പാലം തകർന്ന ശബ്ദം കേട്ട് മറ്റു തൊഴിലാളികൾ മാറിയതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായത്. 24 കോടി രൂപ ചെലവിട്ട് നിർമ്മിക്കുന്ന പാലമാണിത്. പൊതുമരാമത്ത് വകുപ്പിന്റെ പദ്ധതിയിൽ കേരള റോഡ് ഫണ്ട് ബോർഡാണ് പ്രധാന കരാർ ഏറ്റെടുത്തത്. തുടർന്ന് PMR എന്ന കമ്പനിക്ക് കരാർ നൽകുകയായിരുന്നു. നിയമ പോരാട്ടത്തിലൂടെയാണ് PMR കമ്പനി ULCCക്ക് ലഭിച്ച കരാർ നേടിയെടുത്തത്. 2 കമ്പനികളും 24 കോടി രൂപയുടെ എസ്റ്റിമേറ്റ് ആയിരുന്നു സമർപ്പിച്ചിട്ടുണ്ടായിരുന്നത്. നിർമ്മാണത്തിലെ അപാകത കാണിച്ച വിദ്യാർത്ഥി സംഘടന KSU വിജിലൻസിന് പരാതി നൽകിയിട്ടുണ്ട്. അഴിമതി കാരണമാണ് തോരായിക്കടവ് പാലം തകർന്നതെന്നാണ് KSU പറയുന്നത്. കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തേണ്ടുന്ന കമ്പനി PWDക്ക് കുട പിടിച്ചെന്നാണ് ഉന്നയിക്കുന്ന ആരോപണം. സംഭവത്തിൽ സമഗ്രമായതും നീതിയുക്തവുമായ അന്വേഷണം വേണമെന്നും KSU ആവശ്യപ്പെട്ടു. അതേസമയം പാലം തകർന്നത് പരിശോധിക്കാൻ KRFB PMU പ്രൊജക്ട് ഡയറക്ടറേറ്റിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്നും റിപ്പോർട്ട് ലഭിച്ച ഉടൻ തുടർ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി PM മുഹമ്മദ് റിയാസ് പറഞ്ഞു. ഇപ്പോൾ അടിയന്തരമായി തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്താൻ ഉദ്യോഗസ്ഥനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. KRFB PMU പ്രൊജക്ട് ഡയറക്ടർ അത് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകും. കിഫ്ബി ഫണ്ടായതുകൊണ്ട് KRFB ആണ് ഇതിൻ്റെ വർക്ക് നടത്തുന്നത്. റിപ്പോർട്ട് ലഭിച്ച് അതിൽ ഞാൻ ഇന്നലെ സൂചിപ്പിച്ചല്ലോ, ആവർത്തിക്കുന്നില്ല, അതിൽ പോരായ്മ ഉണ്ടെങ്കിൽ ഒരു തരത്തിലുള്ള സന്ധ്യം ചെയ്യാത്ത നിലപാടായിരിക്കും എടുക്കുക. കർക്കശ നിലപാട് സ്വീകരിക്കും. പാലം നിർമ്മാണത്തിലെ പോരായ്മകൾ ഉത്തരവാദിത്തപ്പെട്ടവർ ഈ പോരായ്മയ്ക്ക് കാരണമാകുന്ന നിലപാട് സ്വീകരിച്ചിട്ടുണ്ടോ, മാനുവൽ പാലിച്ചിട്ടുണ്ടോ, നിർമ്മാണ ഘട്ടങ്ങളിൽ ഉദ്യോഗസ്ഥർ പാലിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് നൽകിയ നിർദ്ദേശങ്ങൾ പാലിക്കപ്പെട്ടിട്ടുണ്ടോ, കരാറുകാർ കരാറിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ പരിശോധിക്കുമെന്നും മന്ത്രി പറഞ്ഞു. കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.